തിരുവനന്തപുരം നേമം ബാങ്കിലെ പരിശോധന ഇനിയും തുടരുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ബാങ്കുമായി ബന്ധപ്പെട്ട 5 പേരുടെ വീടുകളിൽ കഴിഞ്ഞയാഴ്ച ഒരുമിച്ച് പരിശോധന നടത്തിയിരുന്നു. ബാങ്കിലെ മുൻ സെക്രട്ടറിയുടെ വീട്ടിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപ രേഖകൾ കണ്ടെത്തി. മുൻ പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് പണയരേഖകളും കണ്ടെത്തിയിരുന്നു. ജിബിൻ ജെ ബി വിവരങ്ങളുമായി ചേരുകയാണ്. ജിബിൻ, ഇങ്ങനെ വീട്ടിൽ വെച്ച് ഇടപാടുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ED എന്തൊക്കെ വിവരങ്ങളും രേഖകളുമാണ് അവിടെ നിന്ന് കണ്ടെത്തിയത്? ബാങ്കിലെ പരിശോധന ഇനിയും തുടരും. ബന്ധപ്പെട്ട് ഇനിയും വീടുകളിൽ പരിശോധന നടക്കുമെന്ന് തന്നെയാണ് ED വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ ആഴ്ചയാണ് ED ബാങ്കിൽ നേരിട്ടെത്തിക്കൊണ്ടുള്ള ഒരു പരിശോധന നടത്തിയത്. ബാങ്കിലും മുൻ സെക്രട്ടറിയുടെ വീട്ടിൽ, മുൻ പ്രസിഡന്റിന്റെ വീട്ടിൽ, ഏറ്റവും കൂടുതൽ തുക ബാങ്ക് ലോണായി എടുത്തവരുടെ വീട്ടിൽ, അങ്ങനെ 5 സ്ഥലങ്ങളിലാണ് ഒരേ സമയം ED കഴിഞ്ഞ ആഴ്ച പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണ് പല രേഖകളും ED കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതായത് മുൻ സെക്രട്ടറി ആയിട്ടുള്ള ആളുടെ വീട്ടിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപത്തിന്റെ രസീത് കണ്ടെത്തി. അതുപോലെ തന്നെ പ്രസിഡന്റിന്റെ വീട്ടിൽ നിന്ന് വ്യാജമായി ചമച്ചെടുത്ത രേഖകളും കണ്ടെത്തി. 7.5 കോടി രൂപ എടുത്ത് മുങ്ങിയ ഒരു വ്യവസായം, അതായത് 7.5 കോടി രൂപ ബാങ്കിൽ നിന്ന് ലോണായി എടുത്ത ശേഷം തുക തിരികെ ബാങ്കിലേക്ക് അടയ്ക്കാത്ത വ്യവസായിയുടെ വീട്ടിൽ നിന്ന് അതിന്റെ കൊളാട്രലെല്ലാം ED കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ, അതായത് ഈ നിയമസഹകരണ ബാങ്കിന്റെ ഭരണസമിതി എന്ന് പറയുന്നത് LDF ആയിരുന്നു. LDFന്റെ CPMന്റെ അധീനതയിലുള്ള ഭരണസമിതിയായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ അവിടെ അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയതും പരാതികൾ, ഏകദേശം 300ഓളം പരാതികളാണെന്ന് പുറത്തു വരികയും ചെയ്തത്. പിന്നീടാണ് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയത്. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം നടക്കുന്ന സമയത്താണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയും ഏകദേശം 100 കോടിയോളം രൂപ ഈ ബാങ്കിൽ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ ബാങ്കിന്റെ മുൻ സെക്രട്ടറിയും പ്രസിഡന്റിനെയും കസ്റ്റഡിയിലെടുത്ത് പിന്നീട് അറസ്റ്റിലേക്ക് ഉൾപ്പെടെ നയിക്കുന്ന കാര്യങ്ങൾ നടന്നത്. എന്തായാലും ED ഒരു അന്വേഷണമായി ഇനിയും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഇന്ന് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്.